പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേരിമംഗലത്താണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാടിൻ്റെ അകത്തോടെയുള്ളൊരു യാത്രയാട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നേരിമംഗലം പാലം കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ നിന്ന് മാറി ഈ റോഡ് കിടക്കുന്നത് ഇഞ്ചത്തൊട്ടിക്കാട്ടോ. ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നൊരു വഴിയാണ്. അപ്പം ഇതിലൂടെ കാടിൻ്റെ അകത്തോടെ പോയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു യാത്രയുടെ ഒരു ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ കാടിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാട്ടോ. അപ്പോൾ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് കാണാം കേട്ടോ. ആ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആന കയറാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. അവിടെയൊക്കെ ഈ ഒരു സൈഡ് നിറയെ വീടുകളുണ്ട്. വൈകുന്നേരങ്ങളിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെയൊക്കെ ആ ഒരു ലുക്കൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൊടും വേനലാണെന്നുണ്ടെങ്കിലും ഈ മഴ ഉള്ളതുകൊണ്ട് മൊത്തം പച്ചപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ ഇലകളൊക്കെ നോക്കി മൊത്തം ഉണങ്ങി നിൽക്കുമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട്. ഒന്ന് തളിർത്ത് കയറി വരുന്നുണ്ട്. ഈ മരം നോക്കി എന്ത് വണ്ണാന്ന് പറയുന്നത്. ഇത് ചീനിമരമാണെന്ന് എനിക്ക് തോന്നണേ. ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടോ. അതുപോലെ ആ ഒരു ഇതിൻ്റെ അകത്തുള്ള മരങ്ങളൊക്കെ ഭയങ്കര വണ്ണമാവട്ടെ. എന്ത് മരമാണെന്ന് അറിയില്ല. ഇത് മരം അവിടെ വെട്ടി തടി ഇട്ടേക്കണുണ്ടോ. കണ്ടോ, റോഡിൻ്റെ ഒരു സൈഡ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇപ്പുറ സൈഡിലാണ് വീടുകളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു മില്ല് കാണാം. അരിയൊക്കെ പൊടിക്കുന്ന മില്ലാണ്. ഈ ഒരു നിരയിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. അതുണ്ടോ, അത് റബ്ബർ തോട്ടാട്ടോ അതിൻ്റെ അകത്ത്. ഇവിടെയൊക്കെ തന്നെ ഈ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെയാണ്. ഒരു സൈഡ് വീടുകളും ഒരു സൈഡ് ഫോറസ്റ്റൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം. അങ്ങനെയാണ് നേരെ ഈ ഒരു വഴി ഇഞ്ചത്തൊട്ടി ഒരു പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു വീടുകളൊക്കെയുള്ള ഏരിയ വിട്ടിട്ട് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് കയറിയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ലൊക്കേഷനാണ് ഈ റൂട്ടിലെ ഏറ്റവും അടിപൊളി ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒരു കയറുമ്പം ആ വീടുകളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന ഒരു ഏരിയ കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മരങ്ങൾ കണ്ടില്ല എന്ത് ഹൈറ്റാണെന്നൊക്കെ. അതിങ്ങനെ തിക്കായിട്ട് ഒരു ഉൾക്കാടിൻ്റെ അകത്ത് കയറിയൊരു ഫീൽ തന്നെ കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആനയുള്ളതാണ്. പക്ഷേ ആളുകളൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല. ഏർലി മോർണിംഗ് ഇതിൻ്റെ അടുത്ത് കയറുന്നതിന് ആന ഞാൻ അതിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. റോട്ടിൽ കൂടെ ആനപ്പിണ്ടൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടൊക്കെ റോട്ടിൽ കിടക്കാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നേരം വെളുത്ത് ആളുകളൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടും പോയാൽ മതി. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രെയിം ആട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ആരും ഇറങ്ങരുത്. നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്ത് ഇറങ്ങാനുള്ളൊരു അനുവാദമൊന്നുമില്ല. ഇതൊരു പബ്ലിക് റോഡാണ്. ഇതിൽ പോകുന്നവർക്ക് വീഡിയോ എടുക്കുന്നവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ആരും ഇറങ്ങി ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യാമായിരുന്നു വെച്ചാൽ മതി. അമ്പലമാണ് മെയിൻ ലക്ഷ്യമെങ്കിലും ഞാൻ ഈ ഒരു യാത്ര പോരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാടിൻ്റെ അകത്ത് എവിടെ ഒരു മുനിയറയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഒരു മുനിയറ തേടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തോട് ഒഴുകി വരുന്നുണ്ടോ. ആ തോട്ടിലൊക്കെ വെള്ളമായിട്ടുണ്ട്. ഈ തോട് നേരെ ഒഴുകി ചെല്ലുന്നത് പെരിയാർ നദിയിലേക്കാണ്. ആ ഒരു സൈഡിൽ കൂടെയാണ് പെരിയാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്കൊന്നും പോകാനുള്ള പെർമിഷൻ നമുക്കില്ല കേട്ടോ. ഈ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം നമുക്ക് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഉണങ്ങി കിടക്കുമായിരുന്നു. ഇവിടെ കാട്ടുതീയൊക്കെ പടരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് കയറി ചെയ്തേക്കരുത്. ആരും ഇറങ്ങരുത്. ഇത് നമുക്ക് ആസ്വദിക്കാം, കണ്ടാസ്വദിക്കാം. വനത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വനത്തിൻ്റെ അകത്ത് കയറണമെന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ അരുവിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനൊക്കെ തോന്നും. ആ ഒരു കാടിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴുകി വരുന്ന നോക്കി അടിപൊളിയല്ലേ. നമ്മളീ പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അത് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു അടിപൊളി റൂട്ടാണ്. നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലം വരെ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. മഴക്കാലത്ത് നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു നദിയാണേ. നദിയൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു കാട്ടരുവി. അത് നേരെ ഒന്ന് പെരിയാറിലേക്ക് സംഗമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെയൊക്കെ ഏരിയ വിട്ട് വീണ്ടും ജനവാസ പ്രദേശത്തോടൊക്കെ ഓടി ഇപ്പം ഇഞ്ചത്തൊട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇഞ്ചത്തൊട്ടി സിറ്റി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. ഇതുണ്ട്, ഒരു തോടുണ്ട്. തൊട്ടിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഇറങ്ങുന്നതിന് പ്രത്യേക പെർമിഷനോ കാര്യങ്ങളൊന്നും വേണ്ട. കുളിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ. വലിയ ആഴമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഈ
ഇത്രയും നാളും തോട്ടിൽ വെള്ളമില്ലാതെ കിടന്ന് ഈ പുതുമഴ പെയ്തതിൻ്റെ ഒരു വെള്ളമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോട്ടിൽ കിടന്ന വേസ്റ്റ് എല്ലാം ഒഴുകിക്കൊണ്ട് വന്ന് അങ്ങനെ ഇപ്പം വൃത്തികേടായിട്ട് കിടക്കുവാണ്. അത്ര ആയിട്ടുള്ള വെള്ളമല്ല ഇപ്പം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ആഴമില്ലാത്തൊരു സ്ഥലമൊക്കെ നോക്കി ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ചർച്ച് ഇഞ്ചത്തൊട്ടി. കിട്ടി അത് യൂട്യൂബ് വരും. പിന്നെ എന്നാ കൃഷിയാ? കന്നാര കൃഷിയാ. അതെ അല്ലേ? അതെ അല്ലേ? ചേട്ടൻ്റെ പേരണ? ഈ മുനിയറ എവിടെ? ഒരു കിലോമീറ്റർ ഇനിയും പോകണം അല്ലേ? അപ്പോൾ ഇതാണ് ഇഞ്ചത്തൊട്ടി പള്ളി. അതിൻ്റെ ചുറ്റിനും നോക്കി ആ ഒരു സൈഡൊക്കെ വലിയ മലകളാട്ടോ, ഫോറസ്റ്റാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പള്ളി നിൽക്കുന്നതാണ് എന്ത് രസമാണ് നോക്കി. ചേട്ടാ പണിയിലാണോ? ഓക്കെ. അതെ അല്ലേ? ഇത് കാണാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ടോ മുനിയറ? അതെ അല്ലേ? ഇതിങ്ങനെ ഉള്ളതായിട്ടൊന്നും അറിയില്ല. ഇവിടെ ഒന്നും ബോർഡ് അങ്ങനെ ഞാൻ കണ്ടില്ല. ഇല്ലല്ലേ? അങ്ങനെ വരുന്നല്ലേ? ഇത് പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് അല്ലല്ലോ, ഫോറസ്റ്റിന്റെ ഇത് കഴിയില്ലേ? ഫോറസ്റ്റിന്റെ ഏരിയ തന്നെയാണോ? ഓക്കെ. അതല്ല ആ സൈഡ്. അതെ. അപ്പൊ ഇവിടെ വീടുകളൊക്കെ ഉള്ളതോ? തിരിച്ചേക്കുന്ന അജണ്ട കെട്ടിയിട്ടല്ലേ? അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടല്ലേ? റബ്ബറാണ് ഇവിടെ നട്ടേക്കണേ. പെരിയാറിന്റെ പുറകോട്ടല്ലേ? ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. മഴക്കാലത്ത് വെള്ളം കയറുമോ പുഴയിൽ നിന്ന്? 18 വെള്ളത്തിന് ഇവിടെ വരെ വന്നു. ഇത്ര അടുത്ത് കയറിയായിരുന്നല്ലേ? ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കയറിയില്ല. തൊട്ടടുത്ത് വരെ വന്നു. പ്രളയം ഉണ്ടായില്ല 18 2018 തൊട്ടടുത്ത്. താഴെ അവിടെ ആ റബ്ബറിന്റെ അവിടെ വരെ വന്നു. അവിടെ റബ്ബർ റബ്ബർ തോട്ടം അല്ലേ? ആന ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമോ? ഇടയ്ക്കൊക്കെ ഇപ്പം വരാറില്ല, ഫെൻസിങ് ഒക്കെ അല്ലേ? ഫെൻസിങ് ഉള്ളതുകൊണ്ട് അവിടേക്ക് ആന ഉണ്ടാവില്ലേ? ഫോറസ്റ്റിൽ. അതെ അല്ലേ? അങ്ങനെ നമ്മൾ മുനിയറയുടെ അടുത്തെത്തിയാൽ നമ്മളിപ്പോൾ നിന്ന് ആ ഒരു ഇഞ്ചത്തൊട്ടി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ നേരെ ഇങ്ങ് പോകുന്നത്. ഇത് റോഡ് സൈഡ് തന്നെയാണ് കാണുന്നല്ലേ? റോഡ് സൈഡിൽ. പക്ഷെ നമുക്ക് അറിയില്ല. അത് തന്നെ. ഇത് കാരണം നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരും. നോക്കിയൊക്കെ പോരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് മുനിയറയാണെന്ന് അറിയാവുന്നവർക്കാട്ടോ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൽക്കൂമ്പാരം പോലെ. അപ്പോൾ ഇതാണ് മുനിയറ. നമ്മുടെ മൂന്നാർ മറയൂരൊക്കെ കാണുന്ന പോലെ തന്നെ അവിടെയൊക്കെ കുറേ മുനിയറകളുണ്ടല്ലോ. ഈ ഒരു പ്രദേശം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇങ്ങനെയും എന്താ പറയുക, പാറ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ചെത്തി വെച്ചേക്കുന്ന പോലെ ഉണ്ട് മേൽക്കൂരയൊക്കെ ആയിട്ട്. പക്ഷെ അതിങ്ങനെ ചേട്ടാ ഇതിങ്ങനെ ആന വല്ലതും ഇടിച്ചിട്ടാണോ? അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ? അതെ അല്ലേ? സാധാരണ ഇതിൻ്റെ ഈ എന്താ പറയുക ചുമര് പോലെ വന്നിട്ട് അതിൻ്റെ മേളിൽ അല്ല ഈ ഇത് വരുന്നത് മേൽക്കൂര. ആ ഒരു കല്ല് ഇതുണ്ട്, അതിൻ്റെ അകം കണ്ടോ? ഒരു കല്ലും കൂടി ഇരുന്ന് പോയതാട്ടോ. കാലപ്പഴക്കം വന്ന് സംഭവിച്ചായിരിക്കും. എന്തായാലും ഭൂമിയിലൊക്കെ ഉണ്ടായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചായിരിക്കും മിക്കവാറും. അതിൻ്റെ അവിടെ ഒരു മരവും. ഓക്കെ. മുനിയറകൾ പുരാതന ശിലായുഗ കാലഘട്ടത്തിൻ്റെ ഇന്ന് അവശേഷിക്കുന്ന അടയാളങ്ങളിലൊന്നാണ് കേട്ടോ. മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമാണെന്നും മൃതദേഹം അടക്കം ചെയ്യാനായിട്ട് നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട്. ഞാനറിഞ്ഞ എൻ്റെ ഒരു അറിവ് പ്രകാരം ടോംബാണ് ശരിക്കും. നമ്മുടെ ഈജിപ്തിൽ പിരമിഡൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചാട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പുറമേ നിന്നുള്ള ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതായത് ഇങ്ങനെ ഒരു മുനിയറ എവിടെ ഉണ്ടെന്ന് ആളുകൾക്ക് അറിയണ്ടേ. ചെറിയൊരു ബോർഡ് വെച്ചാൽ മതി. നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ഇഞ്ചത്തൊട്ടിക്ക് ഇറങ്ങുന്ന ഒരു റോഡിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു ബോർഡ്, ചെറിയൊരു ബോർഡ് മുനിയറ ഇത്ര ദൂരം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്ന് കണ്ടോളും. ഈ റൂട്ട് ഒരു നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാനായിട്ട് ഒത്തിരി ആളുകളൊക്കെ പോകുന്നൊരു വഴിയാണ്, പോകുന്ന ഒരു റോഡ് സൈഡ് ആണല്ലോ ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അന്വേഷിച്ച് വന്ന ക്ഷേത്രമുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ക്ഷേത്രത്തിൻ്റെ ആർച്ച് കണ്ടോ? ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഇഞ്ചത്തൊട്ടി. അപ്പോൾ 2 ക്ഷേത്രമുണ്ട് വന്ന വഴിക്ക്. നമ്മൾ ആ ഒരു മെയിൻ റോഡിൽ ബോർഡ് കണ്ടത് അവിടുത്തെ ഒരു ശിവൻ്റെ അമ്പലമാണ്. ആ അമ്പലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി അമ്പലത്തിനോടെ പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അമ്പലത്തിൽ പോകണതിന് കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്, ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ പെർമിഷൻ കിട്ടുമെന്ന് അറിയാനായിട്ട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അവിടുന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നിന്നാണ് അവർക്ക് പെർമിഷൻ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ബോർഡ് കണ്ടോ, ഇതിൻ്റെ അകത്താണ് അമ്പലം. ഞാൻ എന്തായാലും അമ്പലം കാണാനായിട്ട് പോകുന്നുണ്ട്. കുറേ ദൂരം അകത്തേക്ക് നടന്നു പോകണ്ടേ, ഈ വനത്തിൻ്റെ അകത്താണ് അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലം ഇരിക്കുന്നത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലാട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അവിടെ പോയി വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എടുക്കാനുള്ള പെർമിഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അമ്പലമാണല്ലോ. അപ്പോൾ വന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് വന്നു, കാരണം ഒത്തിരി ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ അകത്താണ് അമ്പലം ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത 2 ഫോറസ്റ്റിൻ്റെ വീഡിയോ
പാണിയിലിപ്പോൾ പോയി 2 ഗ്രാമങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ അത്യാവശ്യം റീച്ചായത് തന്നെ എനിക്ക് പണിയായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ നമ്പർ തന്നു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തതിന് അവർ പറഞ്ഞു പെർമിഷൻ വേണമായിരുന്നു, നിങ്ങൾ പെർമിഷൻ എടുക്കാതല്ലേ കയറിയത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല, മാന്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. അവിടെ പോയി നമ്മൾ വീഡിയോ ചെയ്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ കയറി സ്ഥിതിക്ക് അങ്ങ് അക്കരെ പോയിട്ട് തിരിച്ചു വരാം. കുറച്ച് ആളുകളൊക്കെ എൻ്റെ മേളിലുണ്ട്. 1-2 പേര് കയറിയാൽ മതി കേട്ടോ. പാലം കിടന്ന് ആടാൻ തുടങ്ങും. തൂങ്ങിക്കിടക്കണമായതുകൊണ്ട് ഇതുണ്ടോ നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കയറുമ്പം പേടി തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചിലരോടൊന്ന് പേടിച്ച് കരയണമൊക്കെ കേൾക്കാം കേട്ടോ. പെരിയാറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ. രണ്ട് കൊക്കുകൾ ഇരിക്കുന്നുണ്ട് മേളിൽ ആ വടത്തിൽ, അപ്പുറം ഇപ്പുറമായിട്ട്. അവർ കപ്പിൾസ് ആയിരിക്കും, പിണങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് കണ്ടോ നടക്കണ കണ്ടോ, 2 സൈഡിലുമായിട്ട്. ആ മരമൊക്കെ നോക്കണം, എന്ത് രസമാണെന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടേ. ഇവിടെ നിന്നാണ് കയാക്കിങ് തുടങ്ങും. കയാക്കിങ് ഇല്ലേ, കണ്ടിട്ട് ആളും ബഹളവും തിരക്കൊന്നും കാണുന്നില്ലല്ലോ. ഞായറാഴ്ചയൊക്കെയാണെന്നുണ്ട് ഈ കടകളെല്ലാം തുറന്നിട്ട് ഇവിടെ ബജ്ജി നാരങ്ങാവെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. വീക്കെൻഡിലാണ് മെയിനായിട്ട് ഇവിടെ തിരക്ക്. കണ്ടിട്ട് കയാക്കിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കാരണം എന്തായിരിക്കും, ഈ വെള്ളം ഇത്രയും കൂടി കിടക്കണോണ്ടാണോ? അപ്പോൾ നമ്മളിവിടെ നിന്ന് കയാക്കിങ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടേ. നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഇഞ്ചത്തൊട്ട് തന്നെ 1-2 വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അതിൽ കൂടുതൽ കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഇതായിരുന്നു കയാക്കിങ്ങിൻ്റെ ആ ഒരു ഓഫീസൊക്കെ. പക്ഷെ ഇവിടെ ആരും കയാക്കൊന്നും കിടക്കുന്നില്ലല്ലോ. കയാക്കിങ് ഇല്ലേ ഇപ്പേ? ഇല്ലേ? അതിന് പറ്റി വെള്ളം കൂടുതലുള്ളതാണോ? ആണോ? അതെല്ലേ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇത്രയും വെള്ളം കയറി കിടക്കണോണ്ടായിരുന്നു. അതെല്ലേ. ഓക്കെ. എന്തോ ലൈസൻസിൻ്റെ എന്തോ പ്രശ്നമായിട്ടോ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആളുകളൊക്കെയാണ്. അടിപൊളിയായിട്ട് ഇതിലോട്ടുള്ള കയാക്കിങ് എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോൾ താമസിക്കാതെ തുടങ്ങുമായിരിക്കും. നേരെ അവിടെ കയാക്കൊക്കെ അവിടെ മൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെഡൽ ബോട്ടെല്ലാം അവിടെ മൂടിയിട്ടേക്കുവാണേ. ഈ തൂക്കുപാലത്തെ സംബന്ധിച്ചൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാൽനട യാത്രക്കാർക്കായി മാത്രം. ഒരേ സമയം 25-ലധികം ആളുകൾ കയറുന്ന അപകടമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതിലും കൂടുതലൊക്കെ ആളുകൾ ഇവിടെ നിൽക്കണതാണ് കേട്ടോ ചില സമയത്തൊക്കെ. ഇതിന് മേളിൽ കൂടെ ബൈക്ക് കൊണ്ടുവരും കേട്ടോ. അതാണ് ഏറ്റവും എൻ്റെ അമ്മ നമുക്ക് പേടിയാവും. അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരണമെന്നുണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റും. തൂക്കുപാലത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് ഇവിടുന്ന് താഴെ നോക്കിയാലാണ് കിട്ടുന്നത്. കണ്ടോ, അവിടെ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വിട്ടേക്കാം. ഇവിടെ ഈ പാലത്തിൽ എഴുതിയേക്കുന്ന 40 ആളുകൾ എന്നാണേ. ഇതുണ്ട് ഇവിടെ നോക്കി, KLൻ്റെ ബോർഡ് കാണാം. ഈ പാലത്തിൽ 40 ആളുകൾ കൂടുതൽ ഒരേ സമയം കയറരുതെന്ന് പറഞ്ഞ്. അവിടെ 25 കൊടുത്തേക്കണം. ഇപ്പോൾ കാലപ്പഴക്കം ആയതുകൊണ്ട് 40 എന്നുള്ളത് 25 ആക്കിയതായിരിക്കും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേട്ടോ. ഏകദേശം 183 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പക്ഷേ ഈ പാലത്തിനേക്കാളും നീളം കൂടുതലാണ് നമ്മുടെ ഇടുക്കിയിലെ അയ്യപ്പൻ കോവിലിലെ തൂക്കുപാലം എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഇഞ്ചത്തൊട്ടി എന്നാണ് കാണിക്കുന്നത്. അതൊന്നും കറക്റ്റ് അറിയില്ല. ഗൂഗിളിൻ്റെ ഇത് പ്രകാരം ഈ പാലത്തിന് തന്നെയാണ് നീളം കൂടുതൽ. അങ്ങനെ വീണ്ടും അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് തന്നെ വന്നേക്കും കേട്ടോ. ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് എന്തായാലും കയറാൻ പോവുകയാണ്. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഒരു ചെറിയ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.